അങ്ങനെ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഗ്രൂപ്പ് ഡി റെയിൽവേയുടെ എക്സാം ഇപ്പോൾ വിളിച്ചിരിക്കുകയാണ്. 32,438 ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ റെയിൽവേ ഗ്രൂപ്പ് ഡി വിജ്ഞാപനം വന്നിരിക്കുന്നത്. മിനിമം 10ാം ക്ലാസ് +2 ഉള്ളവർക്ക് ഇന്ത്യൻ റെയിൽവേയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം തന്നെയാണ് RRB ഗ്രൂപ്പ് ഡി തസ്തികകൾ ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത്. നിങ്ങൾക്കുള്ള മിനിമം ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് ആണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കിതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകാം. റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ് ഇപ്പോൾ RRB ഗ്രൂപ്പ് ഡി വിളിച്ചിരിക്കുന്നത്. 32,438 വേക്കൻസികളാണ് ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ജോലി ലഭിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് 18,000 രൂപ മുതൽ 36,000 രൂപ വരെയായിരിക്കും. നിങ്ങൾ ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. www.rrbapply.government.in എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. 2025 ജനുവരി 23 മുതൽ 2025 ഫെബ്രുവരി 22 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. പോയിൻറ്റ്സ്മാൻ ബി ട്രാഫിക് 5058, അസിസ്റ്റൻറ്റ് ട്രാക്ക് മെഷീൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് 799, അസിസ്റ്റൻറ്റ് ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് 301 വേക്കൻസി, ട്രാക്ക് മെയിൻ്റനർ ഗ്രേഡ് 4 എഞ്ചിനീയറിംഗ് 13,957 വേക്കൻസി, അസിസ്റ്റൻറ്റ് PVA എഞ്ചിനീയറിംഗ് 257 വേക്കൻസി, അസിസ്റ്റൻറ്റ് CNW മെക്കാനിക്കൽ 2,587 വേക്കൻസി, അസിസ്റ്റൻറ്റ് TRD ഇലക്ട്രിക്കൽ 1,351 വേക്കൻസി, അസിസ്റ്റൻറ്റ് SNT 2,012 വേക്കൻസി, അസിസ്റ്റൻറ്റ് ലോക്കോ ഷെഡ് ഡീസൽ മെക്കാനിക്കൽ 420 വേക്കൻസി, അസിസ്റ്റൻറ്റ് ലോക്കോ ഷെഡ് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് 950 വേക്കൻസി, അസിസ്റ്റൻറ്റ് ഓപ്പറേഷൻ ഇലക്ട്രിക്കൽ 744 വേക്കൻസി, അസിസ്റ്റൻറ്റ് TLNAC 1,041 വേക്കൻസി, അസിസ്റ്റൻറ്റ് TL&AC വർക്ക്ഷോപ്പ് 624 വേക്കൻസി, അസിസ്റ്റൻറ്റ് വർക്ക്ഷോപ്പ് മെക്കാനിക്കൽ 3,077 വേക്കൻസി. ടോട്ടൽ 32,438 ഒഴിവുകളാണ് ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത്. സോൺ വൈസ് ആയിട്ട് അൺറിസർവ്ഡ് കാറ്റഗറി EWS, OBC, SC, ST തുടങ്ങിയവർക്കുള്ള എത്ര പോസ്റ്റുകളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ റിസർവേഷൻ കാറ്റഗറി ഉള്ളതെന്നുള്ള ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സൊക്കെ എടുക്കാൻ നിങ്ങൾക്ക് വായിച്ച് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. നിരവധി റെയിൽവേ സോണിലേക്കാണ് ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത്. സെക്കൻഡറാബാദ്, ഹാജിപൂർ, മുംബൈ, കൊൽക്കത്ത, ഗുവാഹത്തി, ഗോരഖ്പൂർ, ചെന്നൈ, ഡൽഹി, ബിലാസ്പൂർ, ഭുവനേശ്വർ, ജബൽപൂർ, ഹുബ്ലി, പ്രയാഗ്രാജ്, ജയ്പൂർ തുടങ്ങിയവരേക്കാണ് ഇപ്പോൾ സോണിലേക്കാണ് നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ചിരിക്കുന്നത്. 18 വയസ്സ് മുതൽ 36 വയസ്സുള്ളവർക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. SC ST വിഭാഗങ്ങൾക്ക് PWD, OBC വിഭാഗങ്ങൾക്ക് സർവീസ്മെൻ തുടങ്ങിയവർക്ക് അവരുടേതായ വയസ്സിളവുകൾ ലഭിക്കുന്നതായിരിക്കും. അത് നിങ്ങളിങ്ങനെ സ്ക്രോൾ ചെയ്ത് ഏറ്റവും താഴെ വരിക. താഴെ വന്നതിന് ശേഷം ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കാണാം. അതിൽ ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കുള്ള അപ്പർ ഏജ് റിലാക്സേഷൻ എത്രയാണെന്ന് ഇതിൽ കാണിക്കുന്നതായിരിക്കും. നിങ്ങൾക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് മെട്രിക്കുലേഷനാണ്. SSLC ഉണ്ടായാൽ മതി. SSLC അല്ലെങ്കിൽ ITI, നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് NCVT സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ SCVT സ്റ്റേറ്റ് കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് സർട്ടിഫിക്കറ്റോ, അല്ലെങ്കിൽ NAC നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. മിനിമം ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് 10ാം ക്ലാസ് പാസ്സാണ്. 10ാം ക്ലാസ് യോഗ്യതയുള്ള ആർക്കും ഈ അപേക്ഷകൾ സമർപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. ജനറൽ OBC EWS കാൻഡിഡേറ്റ്സിന് 500 രൂപയും SC ST കാൻഡിഡേറ്റ്സിന് 250 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് പറയുന്നത്. ഇതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ മലയാളത്തിൽ തന്നെ വായിച്ച് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും.